അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാന മുഹമ്മദ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് ജസ്മിൽ ഫിൽ മുളാരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ എടുത്ത് പറഞ്ഞതല്ല, അപ്പോൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ലമ്മ് ചെയ്തിട്ടില്ല, പിന്നെ ലാ എന്നാണെങ്കിൽ ചെയ്യരുത്, ഇന്നാണെങ്കിൽ ചെയ്താൽ അല്ലേ. പിന്നെ അതിൻ്റെ ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഖായിദകൾ. യുജ്സമുൽ ഫിൽ മുളാരി ഇദാ സബഖഹു ഹർഫുൻ ജാസിമുൻ. ജസ്മ് ചെയ്യുന്നൊരു ഹർഫ് മുളാരിയായ ഫീലിൻ്റെ മുമ്പിൽ വന്നാൽ മുളാരിയായ ഫീലിനിക്ക് ജസ്മ് ചെയ്യപ്പെടുന്നതാണ്. കൽ ഹുറൂഫിൽ ആത്തിയ വഹിയ ലം, ലൻ നാഹിയ, ഇന്ന് പോലുള്ളത്. പിന്നെ ലമ്മ്, ലന്നാഹിയ തജ്സമാനി ഫേലം മുളാരിയം വാഹിദൻ. ഒരു ഫീൽ മുളാരിക്ക് ജസ്മ് ചെയ്യുകയുള്ളൂ. ഓക്കെ. എന്നാൽ വൽ ഹർഫുൽ അവ്വലു, ഒന്നാമത്തെ ഹർഫ് ലമ്മ് എന്നുള്ളത് ലം യം ഫി ഹുസൂലൽ ഫീലി ഫിൽ മാലി, കഴിഞ്ഞ കാലത്ത് ആ പ്രവർത്തനം നടന്നിട്ടില്ല എന്നുള്ളതിനെ അറിയിക്കാനാണ്. പിന്നെ അവസാനം രണ്ടാമത്തത് എൻഹാൻ അമൽ ഫീലി, ല എന്നുള്ളത് ആ പ്രവർത്തനം ഉണ്ടാവരുത്, ചെയ്യാതിരിക്കാൻ വേണ്ടി പറയാനാണ്, നെഹി ചെയ്യാനാണ്. പിന്നെ അടുത്തത് എന്താ, ഇന്ന് എന്നായിരുന്നു. ഇന്ന് തെജസിമ് ഫൈലൈനി, രണ്ട് ഫീലുകൾക്ക് ജസ്മ് ചെയ്യും. അതുപോലെ തന്നെ തുഫീദു അന്ന ഹുസൂലൽ ഫീലിൽ അവലി, ഒന്നാമത്തെ പ്രവർത്തനം ഉണ്ടാവൽ ഷർത്തുൻ, അത് ഷർത്താണ്, അത് നിബന്ധനയാണ്. ഫി ഹുസൂലുൽ ഫീൽ സ്ഥാനി, രണ്ടാമത്തെ പ്രവർത്തനം ഉണ്ടാവുന്നതിൽ എന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തെ വിശദീകരിച്ച് പറഞ്ഞിരുന്നല്ലോ. ഏതായാലും അതിൻ്റെ ഉത്തരങ്ങൾ, തംരീനാത്തിൻ്റെ ഉത്തരങ്ങൾ നോക്കുക. ഒന്നാമത്തെ അയ്യനിൽ അഫ്ആൽ മുളാരിയൽ മജ്സൂമ ഫിൽ ജുംലൽ ആത്തിയ, താഴെ കൊടുത്തതിൽ നിന്നും മുളാരിയായ മജ്സൂമായ ഫീലുകൾ എഴുതാനായിരുന്നു. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ നോക്കുക, അതിന് ഉത്തരങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തതിൽ ഏതാണ്, ലം തും തിർ അല്ലേ. പിന്നെ രണ്ടാമത്തതിലുള്ളത് ഇൻ തഖുർ, രണ്ടാമത്തേൽ ലം യഹ്ലുർ. മൂന്നാമത്തേതായിരുന്നു ലാ തതഅവദ്. അതുപോലെ തന്നെ നാലാമത്തതിൽ ലാ തശ്രിബ്. അഞ്ചാമത്തതിൽ ലം യുഗരിദ് അല്ലേ. ആറാമത്തതിൽ തഖറുബ് തശ്ഉർ, ഇൻ തഖറുബ് തശ്ഉർ, രണ്ടെണ്ണം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ല, അതാണ് ഇന്ന്. പിന്നെ ഏഴാമത്തത് എന്താണ്, തുത്ലിഫ് തദ്ഫ, തുത്ലിഫ് തദ്ഫ. പിന്നെ എട്ടാമത്തിൽ തളിരിബ് യഹ്മിഷിക, യഹ്മിഷ് എന്നുള്ളത്. പിന്നെ ഒമ്പതാമത്തിൽ എന്തായിരുന്നു, തബ്ലഗ്, ലാ തബ്ലഗ് എന്നാണ്. പത്താമത്തതിൽ അലം അത്അബ്. ഓക്കെ, ഇതൊക്കെ ആയിരുന്നു. പിന്നെ അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, ലമ്മിനെ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന മുളാരിയ ഫീലിലേക്ക് ആയിരുന്നു വഷ്കുൽ ആഖിറ കുല്ലി, എന്നിട്ട് അവസാനം എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കുകയും ചെയ്യണം. അപ്പോൾ യുസ്മിറുൽ ബുസ്താൻ എന്നുള്ള ലം കടത്തിയാൽ ലം യുസ്മിർ അല്ലേ, യുസ്മിറാണ്, അത് വായിക്കാൻ വേണ്ടി യുസ്മിരി എന്ന് പറയും. അതെല്ലാം യുസ്മിർ എന്നിവിടെ ജസ്മാണ് കേട്ടോ. അതുപോലെ തന്നെ ലം രണ്ടാമത്തത് യഹ്ലുറു മുഹമ്മദുൻ മാഹി, അപ്പോൾ ലം യഹ്ലുർ മുഹമ്മദ് മാഹി. പിന്നെ അടുത്തതായിരുന്നു ലം ഉളയ്യ വഖ്തൻ ഫിൽ ലഅബി. നാലാമത്തത് അൽ ഖിതാറു ലം യതഅഖർ, അവസാനത്തിൽ എന്താണ്, ഒക്കെ ജസ്മാണ് കേട്ടോ. പിന്നെ അൽ ഫല്ലാഹു ലം യൽഹബ് ബഖറതഹു എന്നുള്ളത്. പിന്നെ അതിൽ രണ്ടാമത്തവർക്ക് ലാമിനെ കടത്താനായിരുന്നു ഇതിൽ ഉദാഹരണങ്ങളിൽ. അപ്പോൾ ലാ തുലവിസ് യദക ബിൽ മിദാദ്, ലാ തദ്രിബ് മൻ ഹുവ അസ്അറു മിൻക, ലാ തശ്റബ് ബഅദൽ ജരി, ലാ തുത്ലിഫ് അസാസൽ മൻസിലി, ലാ തഖുദ് മാ ലൈസ ലക, ലാ തൽബിസിൽ മലാബിസ അള്ളയ്യിക എന്നായിരുന്നു. അപ്പോൾ ഇവിടെ ലാ തെൽബിസ് എന്നാണ്, അത് വായിക്കുമ്പോൾ നമ്മൾ എഴുതാൻ വേണ്ടി സി എന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ അത് നോക്കേണ്ടത് വെച്ചാൽ ഇതിൻ്റെ ശേഷമുള്ള അക്ഷരം ഷംസിയാണോ കമരിയയാണോ എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ലാ തുത്ലിഫ് അൽ അസാസ എന്ന് പറയില്ല, അപ്പോൾ ലാ തുത്ലിഫ് അസാസൽ ബൈത്തി, അസാസൽ മൻസിലി. എന്നാൽ ഇവിടെ ലാ തെൽബസ്, ഇവിടെ തെൽബസ് എന്ന് തന്നെ കേട്ടോ, തെൽബസ് എന്നാണ്. അത് വായിക്കാൻ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ തെൽബസി എന്ന് വായിക്കുന്നതാണ് കേട്ടോ, നല്ല ശ്രദ്ധിക്കുക. അതല്ല ഇവിടുത്തെ തെൽബസി എന്നാണ് അവസാനത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തെ വർക്ക് എന്തായിരുന്നു, മക്കാനിൻ അക്മിൽ ജുംലലാത്തബി വല ഫെയിലി മുളാരിൻ ഫി കുല്ലി മക്കാനിൻ ഖാലി വഷ്കുൽ ആഖിറഹു. ഇവിടെ ഇന്നിൻ്റെ ശേഷം ജവാബുകൾ എഴുതാൻ, ഒന്നാമത്തെ നമ്മൾ ഷർത്താണ്, രണ്ടാമത്തെ ജവാബ് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഒന്നാമത്തെ ഫീല് ഷർത്തും രണ്ടാമത്തെ ഫീല് ഇന്ന് വന്നാൽ ജവാബുമായിരിക്കും. ഇവിടെയൊക്കെ എന്താ, ജവാബിനെ ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ അവസാനത്തെ അക്ഷരം എങ്ങനെയാണ് അതിൻ്റെ ഇറാബ് എന്ന് വ്യക്തമാക്കാനായിരുന്നു. അപ്പോൾ ഒന്നാമത് ഇൻ തുഹ്മിൽ ഫി അമലിക തന്തം, നീ ഖേദിക്കും. രണ്ടാമത്തേതുപോലെയാണ് ഇൻ തസ്തഹിമ്മ ബിൽമാ ഇൽ ബാരിദി, നല്ല തണുത്ത വെള്ളത്തിൽ നീ മുങ്ങിയാൽ തെൻഷതു, നീ നല്ല ഉന്മേഷവാനാവും. അതുപോലെ അടുത്തത് ഇൻ തതകാസൽ, മൂന്നാമത്തത് അവിടെ
നമ്മൾ ഷർത്തിനെ ഇവിടെ ഷർത്തിനെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ തത്തക്കാസൽ നീ മടി കാണിച്ചാൽ തന്തമു നീ ഖേദിക്കും. നാലാമത്തത് ഇൻ തത്തഫവ്വഖ് നീ ഉയരങ്ങളിലെത്തിയാൽ ഫസ്റ്റ് ലഭിച്ചാൽ തന്നെ ജായിദിനേക്ക് സമ്മാനം ലഭിക്കും. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് എഴുതിക്കോ. അപ്പോൾ ഇതും ഇങ്ങനെ പറ്റുമെന്ന് മനസ്സിലാക്കട്ടെ. ഏറ്റവും ബെറ്ററായത് ഇതൊക്കെയാണ്. തത്തഫവ്വഖ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഉയരങ്ങളിലെത്തുക, ഫൗക്കിലെത്തുക, ഉയരങ്ങളിലെത്തുക എന്നുള്ളതാണ്. പിന്നെ അടുത്തത് അഞ്ചാമത്തത് എന്താണ്? ഇൻ യസ്ദുഖ് താജിറു കച്ചവടക്കാരൻ നല്ല സത്യം പറയുന്ന ആളാണെങ്കിൽ യർബഹ് അല്ലേ, യർബഹ് എന്നിവിടെയൊക്കെ അവസാനം ജസ്മാണ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ആറാമത്തത് എന്തായിരുന്നു? ആറാമത്തത് ഇൻ തഖറ കസീർ നീ ഒരുപാട് വായിച്ചാൽ താരിഫ് നീ നിനക്ക് ഒരുപാട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ താരിഫ്. പിന്നെ ഏഴാമത്തത് ഇൻ തൗക്കുൽ ഫാക്കിഹത്തൽ ഫിജ്ജ എന്ത്? നല്ല പഴുക്കാത്ത പഴം കഴിച്ചാൽ, പച്ചയായ പഴം കഴിച്ചാൽ എന്താവും? തത്ത് അബ് നീ ആകെ എന്താവും? തഴബാനാവും, ക്ഷീണിക്കുമെന്നാണ് പറഞ്ഞത്. നല്ല പഴുക്കാത്ത പഴം കഴിച്ചാൽ പിന്നെ അതിൻ്റെ മേലിൽ എന്താവും? ഇടങ്ങാറാവും എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് തായിബ ക്ഷീണിക്കുക. അപ്പോൾ തത്ത് അബ്. ഓക്കെ. പിന്നെ അടുത്ത എട്ടാമത്തെ എന്തായിരുന്നു? ഇൻ തുഖർരിബ് യദക തലവസ് ബിൽ മിദാദി എന്നാണ്. ഇൻ തുഖർരിബ് യദക നിൻ്റെ കയ്യിനെ നീ അടുപ്പിച്ചാൽ എന്നർത്ഥം. നീ കൈ മഷിയുമായിട്ട് ഇങ്ങനെ അടുപ്പിച്ചാൽ എന്താവും? തലവസ് ബിൽ മിദാദ് മഷിയിൽ ഒന്നായിട്ട് മഷി കലർന്നിട്ട് മലിനമാകും എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ എഴുതിക്കും. എന്നാലും എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ പറ്റുന്നും കൂടി മനസ്സിലാക്കുക. പിന്നെ അടുത്ത എന്തായിരുന്നു? ഒമ്പാമത്തേത് ഇൻ തസ്മായ നസിയത്ത വലിൻ്റെ ഉപ്പയുടെ ഉപദേശം നീ കേട്ടാൽ യർലാങ്ക നിൻ്റെ ഉപ്പ നിനക്ക് തൃപ്തിപ്പെടുന്നതാണ്. പത്താമത്തെ ഇൻ തുസാഫിർ നീ യാത്ര ചെയ്താൽ തഗ്നം ഒരുപാട് നിനക്ക് ഗനമ പറഞ്ഞാൽ എന്താ പറയുക? ഗനീമത്തെടുക്കാനാണ്, ഒരുപാട് മുതലെടുക്കാൻ പറ്റും. യാത്ര ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് മുതലെടുക്കാൻ പറ്റും എന്നായിരുന്നു. പിന്നെ നാലാമത്തെ വർക്ക് എന്തായിരുന്നു? നാലാമത്തെ വർക്ക് ഈത്ത് ബി ഹംസി ജുമലും ഫി കുല്ലി മിൻഹ ഫീലും മുദാരി മജ്സൂമിൽ ലമ്മ് കടത്തിട്ടുള്ളൊരു 5 ഉദാഹരണങ്ങൾ, അടുത്ത ലാമ് കടന്നിട്ടുള്ള 5 ഉദാഹരണങ്ങൾ, ഇന്ന് കടന്നിട്ടുള്ള 5 ഉദാഹരണങ്ങൾ. അപ്പോൾ നോക്കുക. ലം യൻജഹൽ കസൂൽ മടിയൻ വിജയിക്കുകയില്ല. ലം യൻസിൽ മത്തർമായ പെയ്തിട്ടില്ല. ഇവിടെ ലമ്മിൻ്റെ അർത്ഥം എന്താണ്? മാലി നഫീൻ്റെ അർത്ഥമാണ് കേട്ടോ. ലം യോതി മുഹമ്മദൻ ജീറാന മുഹമ്മദ് എൻ്റെ അയൽവാസികളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ലം യുസാഫിർ അലിജു നിൽ ഫ്രാൻസ അലിയ് ഫ്രാൻസിലേക്ക് യാത്ര പോയിട്ടില്ല. ലം യതാഖർ മുഹമ്മദുൻ അൻ മൗഇദിൽ മദ്രസയിൽ പറഞ്ഞ മദ്രസയിൽ പറഞ്ഞ ടൈം, കൃത്യം എത്താൻ ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ നിന്ന് മുഹമ്മദ് പിന്തിയിട്ടില്ല. അതൊക്കെയാണ് ലമ്മിനുള്ള ഉദാഹരണങ്ങൾ. പിന്നെ ലാ വെച്ചുള്ള ഉദാഹരണം ലാ തഖ്തുഫി സഹറാനി പൂ പറിക്കരുത്. ലാ തക്ദിബ് നീ കളവ് പറയരുത്. ലാ തുഖ്ലിഫ് മൗഇദക നീ ചെയ്ത വാഗ്ദാനങ്ങളെ നീ ലംഘിക്കരുത്. നമ്മൾ കരാർ വെക്കുമല്ലോ, ആ കരാറിനെ നിങ്ങൾ ലംഘിക്കരുത്. ലാ തുഹ്മിൽ ദുറൂസക നിൻ്റെ പാഠം നീ അശ്രദ്ധ കാണിക്കരുത്. അതുപോലെ തന്നെ ലാ തുഅജ്ജിൽ അമലൽ യൗമി ഇലൽ ഗദി ഇന്നത്തെ പ്രവർത്തനങ്ങൾ നാളത്തതിലേക്ക് നീട്ടിവെക്കരുത്. ഓക്കെ. ലാ തുഅജ്ജിൽ നിങ്ങൾ നീട്ടിവെക്കരുത്, അത് അവധി പറയരുത്. അമലൽ യൗമി ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇലൽ ഗദി നാളത്തേക്ക് മാറ്റി വെക്കരുത് എന്നർത്ഥം. പിന്നെ ഇന്നിന് ഉദാഹരണം ഇൻ തജ്തഹിദ് നീ നല്ല പരിശ്രമിച്ചാൽ തതഫവ്വഖ് നീ ഉയരങ്ങളിലെത്തും. അവിടെ 2 മജ്സൂമുണ്ട്, തജ്തഹിദ് തതവഫഖ്. പിന്നെ അതുപോലെ തന്നെ ഇൻ തുതിഅ വാലിദക നിൻ്റെ ഉപ്പയെ നീ അനുസരിച്ചാൽ യർല അൻക ആ ഉപ്പ നിന്നെ തൃപ്തിപ്പെടും. ഇവിടെ യർല എന്നായിരുന്നു, അത് നമ്മൾ പിന്നെ പഠിക്കും. ഏതായാലും യർല എന്നുള്ള ഇവിടെ നിന്നാണ് മജ്സൂമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇൻ തൻജഹ് നീ വിജയിച്ചാൽ തുകാഫ അല്ലേ, എന്നുള്ളത് എന്നാവും. എന്താണ്? നീ വിജയിച്ചാൽ നിനക്ക് എന്താ പറയുക, സമ്മാനങ്ങൾ നൽകപ്പെടും, അത് അതിനുള്ള പ്രത്യുപകാരം നൽകപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇൻ തെഞ്ചഹ് തുക്കാഫ. പിന്നെ അതുപോലെ ഇൻ തുഹ്മിൽ നീ അശ്രദ്ധ കാണിച്ചാൽ തുആഖബ് നീ ശിക്ഷിക്കപ്പെടും. ഇൻ തംതത അനി ത്വാമി തഹ്ലിക് ഇൻ തംതത അനി ത്വാമി ഭക്ഷണത്തിൽ നീ എന്താക്കിയാൽ അല്ല എന്താ പറയുക അമിതമാക്കിയാൽ എന്നൊക്കെ അർത്ഥത്തിനൊക്കെയാണ് തഹ്ലിക്ക് നീ നശിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. നാലാമത്തെ കഴിഞ്ഞ് അഞ്ചാമത്തെ എന്തായിരുന്നു? ല ബദല കൊല്ലു ജുമലാത്തിയ ജുമലത്തിൻ നൊഹ്റ മുസാവിയത്ത് ലാഫിൽ മാന മുസ്ലിമത്തിൻ അല ഫിൽ മുലാരി മജ്സൂമൻ. ഇവിടെ ഉണ്ട് ഇതേ അർത്ഥത്തിനായിരിക്കണം നമ്മൾ ഫിൽ മുലാരി മജ്സൂമാക്കി എഴുതണം. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്.
അത് നമ്മൾ മജ്സൂമാക്കി എഴുതുമ്പോൾ ഒന്നാമത്തെ ഉത്തരക്കിൽ മിസാഹ നീ തമാശ ഒഴിവാക്കുക. അപ്പോൾ നമ്മളെങ്ങനെ എഴുതും? ലാ തംസഹ് നീ തമാശ കൊടുത്ത് അധികരിപ്പിക്കരുത്. രണ്ടാമത്തെ എന്തായിരുന്നു? ഉജ്തനിബ് മുറാഫഖത്തുൽ അസ്റാർ ചീത്ത ആൾക്കോട് നീ കൂട്ടുകൂടരുത്. അപ്പോൾ ലാ തുറാഫിഖൽ അഷ്റാർ. അതൊക്കെ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് മാറ്റിയതാണ് കേട്ടോ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത്. പിന്നെ മൂന്നാമത് ഇബ്താഇദ് അൻ തഅദീബിൽ ഹയവാനി ജീവികളെ ശിക്ഷിക്കുന്നതിൽ നിന്നും നീ വിദൂരത്താവണം. അപ്പോൾ മൂന്നാമത്തെ ലാ തുഅദിബിൽ ഹയവാന നീ ഹയവാനെ ശിക്ഷിക്കരുത്. പിന്നെ അടുത്ത നാലാമത്തെ എന്തായിരുന്നു? ഇംതനാൻ ഇഹ്മാൽ ദുറൂസിക നിൻ്റെ പാഠത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നതിൽ നീ വിട്ടു നിൽക്കണം. അപ്പോൾ ലാ തുഹ്മിൽ ദുറൂസക എന്നാവും. പിന്നെ അഞ്ചാമത്തെ മാ അർസലൽ ഗായിബ് റിസാലത്തിന് ഇലാഹിലിഹി വിദേശി എന്ത് ചെയ്തിട്ടില്ല? തൻ്റെ വീട്ടിലേക്ക് കത്തൊന്നും അയച്ചിട്ടില്ല. അപ്പോൾ ലം യുർസിൽ നമുക്ക് മജ്സൂമാണല്ലോ ആക്കേണ്ടി. അപ്പോൾ ലം യുർസിൽ ഗായിബ് റിസാലത്തിന് ഇലാഹിലി. പിന്നെ ആറാമത്തെ എന്തായിരുന്നു? ഇംതന അൻ ഷുർബിൽ മായിൽ കദിർ എന്താ പറയുക കലങ്ങിയ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് നീ തടമാറി നിൽക്കണം എന്നായിരുന്നു. അപ്പോൾ ലാ തുഷ്രിബിൽ മാ അൽ കദിർ. ഓക്കെ. പിന്നെ അടുത്ത് ഏഴാമത്തത് എന്തായിരുന്നു? മാ സാഫർ മുഹമ്മദ് യാത്ര പോയിട്ടില്ല. അപ്പോൾ ലം യുസാഫിർ മുഹമ്മദ്. പിന്നെ അടുത്ത് എന്തായിരുന്നു? മാ ലൈബൽ വധു കുട്ടി കളിച്ചിട്ട്. അപ്പോൾ ലം യലാബിൽ വലത്. പിന്നെ അടുത്ത് ഒമ്പതാമത്തെ എന്തായിരുന്നു? മാ അക്കൽ കിത്തു എന്നിട്ട്. അപ്പോൾ ലം യൗക്കുൽ കിത്തു. ഇവിടെ യൗക്കുലി എന്നൊക്കെ വായിക്കുന്നത് വായനയ്ക്ക് വേണ്ടിയാണ് കേട്ടോ. അവിടെ യൗക്കുലു എന്നാണ്, യൗക്കുല് എന്നാണ്, എൽ അബ് എന്നാണ്, യങ്കസിർ എന്നാണ് ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. യുർസിൽ എന്നാണ്, ത്വദിബ് എന്നാണ്. അതൊക്കെ എന്താ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അക്ഷരത്തിനനുസരിച്ച് മാറ്റം വരുന്നതാണ് കേട്ടോ. ഏതായാലും ഒക്കെ മജ്സൂമാണെന്ന് മനസ്സിലാക്കുക. പിന്നെ 11ാമത്തെ മാ ഹറസൽ ഫല്ലാഹു അർലഹു ലം യഹ്റുസ് അൽ ഫല്ലാഹു അർലഹു എന്നാണ്. ഇവിടെ വായിക്കുമ്പോൾ ലം യഹ്റുസിൽ ഫല്ലാഹ് എന്ന് കൂട്ടി വായിക്കും കേട്ടോ. അപ്പോൾ ലം യഹ്റുസ് പറഞ്ഞാൽ കൃഷി ഇത് മറിച്ചിട്ടില്ല എന്നർത്ഥം. പിന്നെ അടുത്ത് എന്താണ്? ഈ കളവിനെ വെടിയുക. അപ്പോൾ ലാ തക്ദിബ്. പിന്നെ ആറാമത്തെ വർക്ക് കവിൻ ഹംസ തൻഫി ഫിഹ സുദൂറ ഹംസത്തി അമാലിം മിൻക ഫി സമൽ മാലി മാലിയിലുള്ള മാലിയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തുടങ്ങുന്ന ഒരു 5 ഉദാഹരണങ്ങൾ എഴുതാനായിരുന്നു. അപ്പോൾ നമ്മൾ ലം വെച്ചിട്ടാണ് എഴുതുക. അപ്പോൾ ലം അഹുൻ അഹദ ഞാൻ ഒരാളെയും വഞ്ചിച്ചിട്ടില്ല. ലം അക്ദിബ് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ലം അഖ്തുഫിൽ വർദ്ധത്ത ഞാൻ പൂവ് പറിച്ചിട്ടില്ല. ലം മുഹമ്മിൽ വാജിബി ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ വാജിബാത്തുൽ മൻസിലിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹോം വർക്കുകൾ. അപ്പോൾ വർക്കുകൾ ഞാൻ എന്താക്കിയിട്ടില്ല? പിന്തിപ്പിച്ചിട്ടില്ല. ലം അൻസ മൗഇദക നിൻ്റെ വാഗ്ദാനം നിൻ്റെ കരാർ ഞാൻ മറന്നിട്ടില്ല. നീ എന്നോട് പറഞ്ഞ ആ സമയം ഉണ്ടല്ലോ, ആ സമയം ഞാൻ മറന്നിട്ടില്ല എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇവിടെയൊക്കെ ലം വെച്ചിട്ടുള്ള 5 ഉദാഹരണങ്ങൾ. ഇതിലെ ചോദ്യം എന്തായിരുന്നു? നിന്നിൽ നിന്നും ഉണ്ടാകാത്ത പ്രവർത്തനങ്ങളെ നീ പറയാനായിരുന്നു. ഓക്കെ. പിന്നെ അടുത്ത അതിലുള്ള രണ്ടാമത്തെ കവിൻ ഹംസ ജമലിൻ ഫി മൗദിൽ അത്തഫ് അലൽ ഹയവാനി ജീവികളോട് കരുണ കാണിക്കണം എന്ന് തുടങ്ങുന്ന എഴുതേണ്ടത് അത് ഇന്ന വെച്ചിട്ട് എഴുതണം. അപ്പോൾ ഇന്ന വെച്ചിട്ട് ജീവികളോട് കരുണ കാണിക്കുന്നത് എങ്ങനെ എഴുതുക എന്നുള്ളത്. ഇൻ തുത്തവിൻ കൽബക്ക കൽബനി നിൻ്റെ നായയെ ഭക്ഷിപ്പിച്ചാൽ എത്ത് ബഉക നിന്ന നായ പിന്തുടരും അല്ലേ. എത്ത് ബ തബിഅ ഉണ്ടത് തബിഅ മറ്റേത് തൈബ. തൈബാനെ ക്ഷീണിക്കുക, തബ എന്നാൽ പിന്തുടരുക. അപ്പോൾ എത്ത് ബഉക നിന്നെ ആ നായ പിന്തുടരും. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഇൻ ത്വദിബിൽ ഹയവാന നീ ജീവികളെ ശിക്ഷിച്ചാൽ തസം നീ കുറ്റക്കാരനാവട്ടെ തസം. പിന്നെ അതുപോലെ തന്നെ ഇൻ തസ്ഖി കൽബൻ അത്ഷാന നീ അത്ഷാൻ എന്ന് പറഞ്ഞാൽ നല്ല ദാഹിച്ച നായയെ നീ വെള്ളം കുടിപ്പിച്ചാൽ യോ ഗഫർ ലക്ക നിൻ്റെ ദോഷങ്ങൾ നിനക്ക് അള്ളാഹു പുറത്തു തരും. പിന്നെ ഇൻ തുജവ്വൽ ഹയവാന നീ ഹയവാനിനെ അഥവാ ജീവികളെ നീ എന്താക്കി? ജൂ പറഞ്ഞ വിശപ്പിച്ചു അഥവാ വിശപ്പ് ഇങ്ങനെ ഉണ്ടാക്കി അതൊന്നും തിന്നാതെ ആക്കിയാൽ എന്നർത്ഥം. ഇൻ തുജവ്വ നീ വിശപ്പിച്ചാൽ എന്നർത്ഥം. അഥവാ അവനക്ക് എന്തായി ഇങ്ങനെ ഒന്നും തിന്നാൻ കൊടുക്കാതെ ഇങ്ങനെ വിശപ്പ് ഇങ്ങനെ കൂട്ടിയാൽ ആർക്ക്? ജീവികൾക്ക്. അങ്ങനെ ആയാൽ യഹ്ലക ജീവികൾ നശിച്ചു പോകും, അതായത് ചത്തുപോകുന്നർത്ഥം. ഇൻ തംനയിൽ മാ അനിൽ കിത്തി ഇൻ തംന ഇനി തടഞ്ഞാൽ അൽ മാ ആ വെള്ളത്തെ അനിൽ കിത്തി പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതിരുന്നാൽ യമുത്താത്തശൻ ദാഹത്താൽ അത് മരിച്ചു പോകുമെന്നർത്ഥം. പിന്നെ അതിലുള്ള മൂന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? കവിൻ ഹംസ ജുംലിൻ തെൻഹ ഫിഹ ഖാദിമൻ തിസാഫി ഖാദിമിൻ്റെ സ്വഭാവങ്ങളെ എതിർക്കാനായിരുന്നു. അഥവാ അതിൻ്റെ ഖാദിമിനോട് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ 5 എഴുതാനായിരുന്നു. അത് നമുക്ക് ലാ വെച്ചിട്ടാണ് എഴുതേണ്ടത്, നെഹിയല്ല. അപ്പോൾ ലാ തഹുൻ സ്വാഹിബൽ വൈത്തി ആ വീട്ടുടമസ്ഥനെ നീ വഞ്ചിക്കരുത്. ലാ തുക്സിരി സുജാജ ഗ്ലാസ് നീ പൊട്ടിക്കരുത്. ലാ തുഹ്മിലിൽ മൻസില വീട്ടിലെ ജോലികൾ എന്ത് ചെയ്യരുത്? പിന്തിപ്പിക്കരുത്. ലാ താബസ് ബി മക്തബത്തിൽ മൻസിൽ വീട്ടിലെ മക്തബ ഓഫീസ് എന്ത് ചെയ്യരുത്? അവിടെ കളിക്കരുത് എന്നർത്ഥം. പിന്നെ ലാ തുത്രക്കൽ ബാബ മഫ്തൂഹൻ നീ വീടിനെ
അല്ല വാതിലിനെ തുറന്നതായിട്ട് ഒഴിവാക്കരുത്, അഥവാ തുറന്നിടരുത്. അപ്പോൾ ഇതൊക്കെ എന്താണ്? അവൻ്റെ ഓരോ കാട്ടിക്കൂട്ട് സ്വഭാവങ്ങളാണല്ലോ. ആ സ്വഭാവങ്ങളെ പറ്റിയാണ് ഇവിടെ നമ്മൾ നഹി ചെയ്യേണ്ടത്. നിങ്ങൾ ഒരുപാട് എഴുതിക്കും, അപ്പോൾ അതുപോലെ തന്നെ ഇതും അതിലേക്ക് ചേർത്ത് വെക്കുക. പിന്നെ 7ാമത്തെ വർക്ക് എന്തായിരുന്നു? നമ്മളെ ഇത് ഇറാബ് എഴുതാനായിരുന്നു. അപ്പോൾ ഒന്നാമത് ലം യുബസിർ ഹസനുൻ ഫീല എന്ന്. അപ്പോൾ ലമ്മ അർഫി നഫി വ ജസ്മിൻ. യുബസിർ എന്നുള്ള ഫീൽ മുതാരി മജ്സൂമ്, ഹസന് ഫായിൽ മർഫു, ഫീലൻ എന്നുള്ളത് മഫൂൽ ബിഹി മൻസൂബ്. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? ലാ തംസ. അപ്പോൾ ലാ ഹർഫ് നഹീൻ വ ജസ്മിൻ. പിന്നെ തംസ ഫീൽ മുതാരി മജ്സൂമ്. പിന്നെ അടുത്തെന്തായിരുന്നു? ഇൻ അൽദ്രിബി സായിഖൽ ഹിസാന യതഅല്ലം എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഇന്ന അർഫി ഷർത്തിൻ യജ്സിമുൽ ഫീലൈനി. പിന്നെ എൽദിരിബ് എന്ന ഫീൽ മുതാരി മജ്സൂമ്, അസായിക്കോ എന്നുള്ളത് ഫായിൽ മർഫു, ഇസാന മഫൂൽ ബിഹി മൻസൂബ്. പിന്നെ അവിടെ എന്താണ്? യതഅല്ലം എന്നുള്ളത് ഫീൽ മുതാരി മജ്സൂമൻ രണ്ടാമത്തെ കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ പാഠത്തിൽ പറയാനുള്ളത്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും.